നമസ്കാരം, മൈസോഫ് ട്യൂബിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്ന വീഡിയോ ഒരു ട്രെൻഡിങ് ആയിട്ടുള്ള വീഡിയോ എങ്ങനെ റീയൂസ്ഡ് കണ്ടന്റ് ഒന്നും വരാതെ യൂട്യൂബ് ചാനലിൽ അപ്ലോഡ് ചെയ്യാം എന്നുള്ളതാണ്. ഇപ്പോൾ ട്രെൻഡിങ് ആയിട്ടിരിക്കുന്ന വീഡിയോ എന്ന് പറയുന്നത് സുനിത വില്യംസിൻ്റെ ക്രൂവും സുനിത വില്യംസും ലാൻഡ് ചെയ്തിരിക്കുന്ന ലേറ്റസ്റ്റ് വീഡിയോ ആണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ ഇത് ആദ്യം നമുക്ക് വീഡിയോയിലേക്ക് പോകാം. സ്കിപ്പ് ചെയ്യാതെ കാണുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇത് എങ്ങനെയാണ് അപ്ലോഡ് ചെയ്യുക, അതിൻ്റെ ട്രിക്സ് കാര്യങ്ങൾ എങ്ങനെയാണെന്നൊക്കെ ഞാൻ പറഞ്ഞു തരാം. ഓക്കെ, ചൊവ്വാഴ്ച ഇന്ത്യൻ സമയം രാവിലെ 10:35 ഫ്രീഡം ഡ്രാഗൺ പേടകം അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിൽ നിന്ന് അൺഡോക്ക് ചെയ്തത്. ഓക്കെ, സ്റ്റാർലൈൻ പ്രതിസന്ധി കാരണം അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിലെ ദൗത്യ കാലാവധി നീട്ടേണ്ടി വന്ന സുനിത വില്യംസും ബുച്ചും വിൽമോറും നീണ്ട 9 മാസത്തെ ദൗത്യമാണ് ഇപ്പോൾ അവസാനിപ്പിച്ചിരിക്കുന്നത്. 2024 ജൂൺ 5 ബോയിങ്ങിൻ്റെ സ്റ്റാർലൈൻ പരീക്ഷണ പേടകത്തിൽ അവർ ബഹിരാകാശ നിലയത്തിലേക്ക് പോയത്. എന്നാൽ ഇന്ന് വെളുപ്പിന് 3 മണിക്കാണ് ഇത് തിരിച്ച് ലാൻഡ് ചെയ്യാനായിട്ട് സാധിച്ചത്. അത് നല്ല സുരക്ഷിതമായിട്ട് കടലിലാണ് ലാൻഡ് ചെയ്തത്. ഓക്കെ, അവർ തിരിച്ചെത്തുന്ന വീഡിയോയാണ് ഞാൻ ഈ ലെഫ്റ്റ് സൈഡിൽ കൊടുത്തിരിക്കുന്നത്. അതേപോലെ പേടകത്തിനകത്തുള്ള ദൃശ്യങ്ങളും ലാൻഡ് ചെയ്തുകൊണ്ടിരിക്കുന്ന ദൃശ്യങ്ങളും കാര്യങ്ങളെല്ലാം അതിലെല്ലാം കൊടുത്തിട്ടുണ്ട് കറക്റ്റായിട്ട്. എല്ലാവരും ഭയങ്കര, ലോകം മുഴുവൻ, ഒരു രാജ്യമെന്നൊന്നല്ല, ലോകം മുഴുവൻ ഭയങ്കര ആകാംക്ഷയോടെ കാത്തിരിക്കുന്ന ഒരു നിമിഷമാണ്. 9 മാസം ബഹിരാകാശത്ത് വളരെ ധൈര്യപൂർവ്വം ജീവിച്ച് അവർ തിരിച്ച് ഭൂമിയിലേക്ക് എത്തുകയാണ്. ഇപ്പോഴാണ് അത് എത്തിക്കാനായിട്ട് സാധിച്ചതും. അതിൽ തന്നെ ഇനി വളരെയധികം ആരോഗ്യ പ്രശ്നങ്ങൾ കാര്യങ്ങൾ അവർക്കുണ്ടാകാം. നടക്കാനുള്ള ബുദ്ധിമുട്ട്, എന്തെങ്കിലും കാര്യങ്ങൾ ലിഫ്റ്റ് ചെയ്യാനുള്ള ബുദ്ധിമുട്ട്, അത് സ്പേസിൽ പോയിട്ട് ശരീരം കാൽപാദങ്ങളും എല്ലാം കൊച്ചു കുട്ടികളുടെ പോലെ ആയി എന്നൊക്കെയാണ് ന്യൂസിൽ പറയുന്നത്. അപ്പോൾ ഇങ്ങനെ എങ്കിലും ഒരുപാട് കാര്യങ്ങൾ ഈ ലോകത്തോട് അവർക്ക് പറയാനുണ്ടാവും. അപ്പോൾ അത് നമുക്ക് വരും ദിവസങ്ങളിൽ കേൾക്കാം. എന്തായാലും ഇതൊരു ഭയങ്കര ചർച്ച ചെയ്യുന്ന ഒരു ട്രെൻഡിങ് ആയിട്ടുള്ള ഒരു ന്യൂസാണ്. അപ്പോൾ ഞാൻ ചെയ്തിരിക്കുന്ന വീഡിയോ എന്താണെന്ന് വെച്ചാൽ, നമ്മൾ ഇത് ഒരു മോണിറ്റൈസ്ഡ് ആയ ചാനൽ അല്ലെങ്കിൽ അല്ലാത്തൊരു ചാനൽ, സാധാരണ ഒരു യൂട്യൂബ് ചാനലിൽ നമുക്കൊരു ട്രെൻഡിങ് ആയിട്ടുള്ള വീഡിയോ വേണമെന്ന് വിചാരിക്കാം, നമുക്കതിൽ അപ്ലോഡ് ചെയ്യണമെന്ന് വിചാരിക്കാം. അതെങ്ങനെ അപ്ലോഡ് ചെയ്യാം എന്നുള്ളതാണ്. ഇപ്പോൾ നമുക്ക് സാധാരണക്കാരായ ഒരാൾക്ക് ഇപ്പോൾ ഇപ്പോൾ സുനിത വില്യംസിൻ്റെ വീഡിയോസോ കാര്യങ്ങളൊന്നും എടുക്കാനുള്ള ഓപ്ഷൻ ഇല്ല. നമുക്ക് അവിടെ പോയി എടുക്കാനോ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും നമുക്ക് അവൈലബിൾ അല്ല. പക്ഷെ നമുക്ക് ഈ വീഡിയോ നമുക്ക് പബ്ലിക് പ്ലാറ്റ്ഫോമിൽ നമുക്ക് യൂസ് ചെയ്യണം എന്നുണ്ടെങ്കിൽ നമുക്കിത് ലീഗലി നമുക്ക് കോപ്പിറൈറ്റ് സ്ട്രൈക്കൊക്കെ കിട്ടാൻ സാധ്യതയുള്ള ഒരു സബ്ജക്റ്റാണ്, അല്ലെങ്കിൽ ഒരു കണ്ടൻറ്റാണ്. അപ്പോൾ ഇതിനെ നമുക്ക് എങ്ങനെയാണ് ഉപയോഗിക്കാം എന്നുള്ളതാണ് എൻ്റെ ഇന്നത്തെ സബ്ജക്റ്റ്. അപ്പോൾ സ്കിപ്പ് ചെയ്യാതെ ഫുള്ളായിട്ട് കാണുന്നവർക്ക് ഇത് മനസ്സിലാവുള്ളൂ. അപ്പോൾ ഇനി ഞാൻ നമ്മുടെ സബ്ജക്റ്റിലേക്ക് വരാം. നമുക്ക് ഇപ്പം മറ്റൊരു സോഷ്യൽ മീഡിയ കണ്ടൻറ്റിൽ ഉപയോഗിച്ചൊരു വീഡിയോ നമുക്ക് ഒരിക്കലും യൂട്യൂബിൽ അപ്ലോഡ് ചെയ്യാനോ നമുക്ക് എടുത്തുപയോഗിക്കാനോ ഉള്ള റൈറ്റ്സ് ഇല്ല. പക്ഷേ ആളുകൾ ഒരുപാട് പേര് അത് ഉപയോഗിക്കുന്നുണ്ട്. പല ക്ലയൻസും എന്നോട് ചോദിക്കാറുണ്ട്, മറ്റുള്ളവർ ഉപയോഗിക്കുന്നുണ്ടല്ലോ, പിന്നെ എന്തുകൊണ്ടാണ് എനിക്ക് ഉപയോഗിക്കാം? അപ്പോൾ കുറേ ആളുകൾക്ക് റീയൂസ്ഡ് കണ്ടൻറ്റ് ഇഷ്യൂസ് വന്നിട്ട് മോണിറ്റൈസേഷൻ കിട്ടാതെ വരുന്ന അവസ്ഥയുണ്ട്. അപ്പോൾ ഈ മോണിറ്റൈസേഷൻ കിട്ടാതെ വരികയാണെന്നുണ്ടെങ്കിൽ എന്താണ് സംഭവിക്കുക? നമുക്ക് വീണ്ടും അതൊരു മാസം കഴിഞ്ഞിട്ട് ഈ റീയൂസ്ഡ് കണ്ടൻറ്റ് വന്ന വീഡിയോസൊക്കെ നമ്മൾ ഡിലീറ്റ് ചെയ്തിട്ട് വീണ്ടും അപ്ലൈ ചെയ്യേണ്ട പിന്നെയും സമയം നമുക്ക് മുന്നോട്ട് പോകും. അത് തന്നെയല്ല, മോണിറ്റൈസേഷൻ ആയ ഒരു ചാനലാണെങ്കിൽ നമ്മൾ അങ്ങനെ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടെങ്കിൽ അപ്പം തന്നെ മോണിറ്റൈസേഷൻ കട്ടായി പോകാനുള്ള സാധ്യതയല്ല, കട്ടായി പോകും. അങ്ങനെ തന്നെയാണ് വരുന്നത്. അപ്പോൾ നമ്മൾ എന്താണ് ചെയ്യുക, എങ്ങനെ അപ്ലോഡ് ചെയ്യാം എന്നുള്ളതാണ്, സേഫായിട്ട് നമുക്ക് എങ്ങനെ അപ്ലോഡ് ചെയ്യാം എന്നുള്ളതാണ് ഇനി ഞാൻ പറയാൻ പോകുന്നത്. നമ്മളങ്ങനെ ഒരു വീഡിയോ ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ ഒന്നെങ്കിൽ സ്ക്രീൻ റെക്കോർഡിങ് എടുക്കുക, അല്ലെന്നുണ്ടെങ്കിൽ ഇത് ഡൗൺലോഡ് ചെയ്യുക. പക്ഷേ എന്നാലും അതിൽ കുറച്ച് വാട്ടർ മാർക്കുകളും അവർ ഓരോ കണ്ടൻറ്റിനും അവർ കോപ്പിറൈറ്റഡ് കണ്ടൻറ്റാക്കി അവർ സെറ്റ് ചെയ്തിട്ടുണ്ടാവും. അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാമാണ് നമ്മൾ ബ്രേക്ക് ചെയ്യേണ്ടത്. അതിന് നമ്മൾ നമ്മുടെ എഡിറ്ററിൽ പോയിട്ട് ഒരു 3 മിനിറ്റുള്ള വീഡിയോ ആണ് എന്നുണ്ടെങ്കിൽ അതിൻ്റെ സ്പീഡ് ഒന്നെങ്കിൽ കൂട്ടുക അല്ലെങ്കിൽ കുറയ്ക്കുക. ഓക്കെ, അതിനുശേഷം അതിനെ
ഒരു 30 സെക്കൻഡ് അങ്ങനത്തെ ചെറിയ ചെറിയ പീസുകളായിട്ട് കട്ട് ചെയ്യുക. അതിന് മുന്നേ തന്നെ ടോട്ടലി കിട്ടുന്ന വീഡിയോയിൽ നിന്ന് വാട്ടർമാർക്കുള്ള ഭാഗം നമ്മൾ സ്കിപ്പ് ചെയ്തുകൊണ്ട് ക്രോപ്പ് ചെയ്ത് വീഡിയോയെ മറ്റൊരു രൂപത്തിലേക്ക് മാറ്റുക. ഓക്കെ, ഈ വീഡിയോയെ തന്നെ നമുക്ക് ഫ്ലിപ്പ് ചെയ്ത് ഉപയോഗിക്കാം. ലെഫ്റ്റ് സൈഡിലേക്ക് ഫ്ലിപ്പ് ചെയ്ത് മിറർ രൂപത്തിലൊക്കെ നമുക്ക് ഉപയോഗിക്കാം. പിന്നെ നമുക്ക് ഈ വീഡിയോയെ നമുക്ക് കട്ട് ചെയ്ത് പീസാക്കുക. എന്നിട്ട് ഇത് നമുക്ക് എക്സ്പോർട്ട് ചെയ്യാം. ഇപ്പോൾ VN ആണ് നമ്മൾ എഡിറ്റിംഗ് ഓപ്ഷനായിട്ട് ഉപയോഗിക്കുന്നത്. അതിൽ നമുക്ക് എക്സ്പോർട്ട് ചെയ്യാനായിട്ട് സാധിക്കും. എന്നിട്ട് അപ്ലോഡ് ചെയ്യാം. ഇത് ഒരു ഇപ്പോൾ തന്നെ ഞാനൊരു 3-4 ട്രിക്കുകൾ ഞാൻ ഇതിൽ തന്നെ പറഞ്ഞിട്ടുണ്ട്. ഇത് 100% സക്സസ്ഫുൾ ആണ്. പക്ഷെ നമ്മൾ ടൈറ്റിലൊക്കെ ഇടുമ്പോൾ ഭയങ്കരമായിട്ട് ശ്രദ്ധിക്കണം. ഇത് എങ്ങനത്തെ വീഡിയോസിലൊക്കെ ചെയ്യാമെന്നുള്ളത് ഞാൻ ഇതിന് വേണ്ടി തന്നെയായിട്ടൊരു സെപ്പറേറ്റ് ഒരു വീഡിയോ ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിൽ പറഞ്ഞുതരാം. ഓക്കെ, താങ്ക്സ് ഫോർ വാച്ചിങ്.